ഹലോ, ഞാനിവിടെ ഇങ്ങനെ ഒട്ടത്തിനെ കൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഒട്ടത്തിനെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കൊണ്ടിരിക്കുക. എൻ്റെ വീട് കുറച്ച് അപ്പുറത്താണ്. ഞാനിപ്പോൾ താമസിക്കുന്ന കുറച്ച് അപ്പുറത്തെ സൈഡിലാണ്. ഒരു കുഴിയിൽ കണ്ടോ എല്ലാ ഓട്ടമാണ്. ഇതാണ് അവിടെ കുറേ ആടും ഒരു പുള്ളി അവിടെ പോകുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ത്യാഗം സഹിച്ചെന്നറിയാം ഇവിടെ അടുത്തൊരു ജോലി ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ട്. കാരണം ഇവിടെ അത് മുതലെടുക്കുന്ന എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. പറയാൻ കാരണം ഞാൻ കൊണ്ടുവന്ന് വെള്ളം തീർന്നത്. ഞാൻ എൻ്റെ ഒരു വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുള്ളി എടുത്തിട്ട് പോയത്. യു പിക്കാരനാണ് പുള്ളി, യു പിയിലുള്ളത്. ഞാൻ പോയി പുള്ളി എടുത്ത് പറഞ്ഞ് വെള്ളം വേണമെന്ന് പറഞ്ഞ് പുള്ളി എനിക്ക് വെള്ളം തരാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയി. ഇവിടെ 50-51 ഡിഗ്രി ചൂടടിച്ചുകൊണ്ടിരിക്കുക. പുള്ളിക്കൊരു എ സി ഇല്ല, കൂളറില്ല. എ സി വേണ്ട, കൂളർ മതി, ബാറ്ററി പ്രവർത്തിക്കുന്ന കൂളർ മതി. കൂളറുണ്ട്, അതിന് പമ്പ് കംപ്ലൈൻറ്റ്. ഫ്രിഡ്ജില്ല. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്ന വെള്ളം നല്ല തണുപ്പുണ്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വെള്ളം കുടിച്ച് നമ്മുടെ ഈ ഐസൊക്കെ ഇട്ട് വെക്കുന്നൊരു പെട്ടി, വെള്ളം വെക്കുന്നൊരു പെട്ടിയുണ്ട്. അതിനകത്ത് വെള്ളം പിടിച്ച് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ ഈ കോഴിക്കൊക്കെ കൂടടിക്കുന്ന നെറ്റ് കട്ട് ചെയ്ത് അതിനകത്തിട്ടേക്കുക. അങ്ങനെ ഒരു കൂളർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പ് വർക്കല്ല. ഇവിടെ 40-50 ഡിഗ്രി 50-55 ഡിഗ്രി ചൂടിന് ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ 55 ഡിഗ്രി ചൂടാണ് ഇവിടെ അടിക്കാൻ പോകുന്നത്. ഈ 52 ഡിഗ്രി ചൂടിൽ എങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുമെന്നാണ് ആലോചിച്ച് നോക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി. ഇപ്പോൾ 4.5 കൊല്ലമായി, 4.5 വർഷം കൊണ്ട് പുള്ളി ഇവിടെ ഉണ്ട്. ഈ 4.5 വർഷം കൊണ്ട് പുള്ളി ഇവിടെ ഉണ്ട്. പക്ഷെ പുള്ളി ഹാപ്പിയാണ്. അതാണ് എനിക്കിത് തോന്നി. കാരണം ഇവിടെയുള്ള ഓരോരുത്തരും ഓരോ ജീവിതം എന്ന് പറഞ്ഞാൽ പുള്ളി ആ ജീവിതത്തിൽ ഹാപ്പിയാണ്. ഇവിടെ തകരപ്പെട്ടിക്കകത്താണ് ഈ കൂടിച്ചേക്കുന്നത്. തകരപ്പെട്ടിക്കകത്താണ് ഈ വീടുള്ളത്. മൊത്തം ഷീറ്റ് കൊണ്ട് മറച്ച് തകരപ്പെട്ടി തന്നെ, അതിനകത്താണ് കിടക്കുന്നത് എ സി ഇല്ലാതെ ഇത്രയും ചൂടത്ത്. എല്ലാവർക്കും പൈസ മതി. അവനും പറയുന്ന കാര്യം അതാ, പൈസ മതി. വീട്ടുകാർക്കൊക്കെ പൈസ മതി, അവനെ വേണ്ട. മാസം കാശ് തരണം, അതാണ് അവർക്ക് ആവശ്യം. എന്തൊരവസ്ഥ നോക്കി, എന്തൊരു ഗതികേടാന്ന് നോക്കിയാണ്. മണ്ണ് തിന്ന് ഒരു പൊടിക്കാറ്റടിച്ച് കഴിഞ്ഞാൽ ആഹാരം അങ്ങോട്ട് വെച്ച് കഴിക്കാൻ തോന്നത്തില്ല. അപ്പോഴും മണ്ണ് കയറും. മതി നല്ലൊരു കാറ്റടിച്ച് കഴിയുമ്പോഴത്തേക്കും മണ്ണ് കയറും. പിന്നെ മണ്ണും ചോറും കൂടെ തിന്നുന്നില്ല. എന്തൊക്കെ ഈ പ്രാവുകളുടെ തൊട്ട് കോഴികളുടെയൊക്കെ അവസ്ഥയാണ്. പാതി ചോറും പാതി കല്ലും മണ്ണും. ഈ ഇതിലും പിടിച്ച് നിൽക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കണം. ഞാൻ പക്ഷേ എൻ്റെ മുതലാളി എന്തുവാന്ന് അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. കാരണം അവൻ്റെ ഇത് വെച്ച് നോക്കിയിട്ട് മലയാളി അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. കാരണം ഇത്രയും ചൂടും ഇത്രയും പുഴുക്കലും ഹ്യൂമിഡിറ്റി ഇപ്പോൾ കൂടുതലാണ്. ഇപ്പോൾ ഈ ഹ്യൂമിഡിറ്റി ടൈമിലും ഒക്കെ ഇങ്ങനെ കിടക്കണമെങ്കിൽ തണുത്ത വെള്ളം ഞാൻ അവൻ്റെ ഒരു കുപ്പി വെള്ളം എനിക്ക് തടുത്ത് തന്നെ. ആ വെള്ളം ഞാൻ കുടിച്ചിട്ട് എനിക്ക് തൊണ്ടയൊക്കെ ഒരുമാതിരി ഇതായിപ്പോയി. കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ചവ, ചൂടാ വെള്ളം, തണുപ്പില്ല. എന്നിട്ട് ഞാൻ അടുത്ത തൊട്ടപ്പുറത്തുള്ള പോയിട്ട് വെള്ളം മേടിച്ചു. തണുത്ത വെള്ളം. രണ്ട് ജീവിതം. എന്തോ ഒരു കഷ്ടം. ഇതിനെപ്പറ്റി അന്വേഷിക്കാനോ ഇതൊന്നും ഇതുമില്ല. ഇവർക്ക് ഈ ഗവൺമെൻറ്റിനായാലും ആർക്കായാലും പൈസ മതി. ഇവിടുന്ന് ഒരു പ്രവാസിയും എന്ത് കഷ്ടപ്പെട്ട് ദൂരെ കടന്ന് മണ്ണ് നിന്ന് ഇതിൻ്റെ കാട്ടും തുപ്പും കേട്ട് തല്ലും കൊണ്ട് ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ നടന്നാണ് കാശുണ്ടാക്കി നാട്ടിലോട്ട് അയക്കുന്നത്. ഒരു കടവ് നല്ല വിഷമം തോന്നിപ്പോയി. കഷ്ടം. ഞാനൊന്നും പിടിച്ചിട്ട് നിൽക്കത്തില്ല. അന്നേരം കളഞ്ഞിട്ട് പാട്ടിന് പോയി. പക്ഷെ അവന് പറ്റത്തില്ല. അവനത് പറ്റത്തില്ല. അവന് കുടുംബം ഒക്കെ നോക്കണം. അത് പിന്നെ വേറെ എവിടെ പോയാലും എന്ത് ജോലി ചെയ്യും എന്നുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് ഈ കൂടുതലും യു പി ആണത് സംഭവം. ഇവർക്ക് യു പി ആണ്. എന്തോ ചെയ്യും, എങ്ങോട്ട് പോകും എന്നുള്ള. തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം ഇവിടെ കാശ്മീരി ഉണ്ട്, രാജസ്ഥാനി ഉണ്ട്, കേരള ഉണ്ട്, തമിഴ്നാടുണ്ട്. ഇവൻ്റെ അവസ്ഥ ഇച്ചിരി കഷ്ടമായി പോയി. ഞാൻ 4 കൊല്ലം കൊണ്ട് ഈ മരുഭൂമിയിലുണ്ട്. ഓട്ടോ ആട് ഇപ്പോഴാണ് എനിക്ക് ഒട്ടാൻ കിട്ടിയത്. എനിക്ക് മൊത്തം ഞാൻ ആടിൻ്റെ കൂടെ ആയിരുന്നു. അതിലും ഭേദം എൻ്റെ മുതലാളിയൊക്കെ കേട്ടോ. അയ്യോ, ഇല്ലയോ, എത്ര ചൂടാണെങ്കിലും അങ്ങനെ വണ്ടി എടുത്തോണ്ട് വരും.
വന്നിട്ട് അന്നേരം റെഡിയാക്കി തരും. ഇവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നിട്ട് അത് റെഡിയാക്കി തരും. തൽക്കാലത്തേക്കെങ്കിലും ഈ അങ്ങനെ ഇരിക്കട്ടാന്ന് പറഞ്ഞിട്ട് റെഡിയാക്കി തന്നിട്ട് വഴക്കം പറഞ്ഞിട്ട് പോകും. കാരണം അയാൾ വഴക്ക് പറയുന്നത് അവരുടെ രീതി അതാണ്. പക്ഷെ ഇച്ചിരി കടുപ്പമായി പോയി. കഷ്ടം. എന്ത് ചെയ്യാൻ പറ്റുമില്ല. ദൈവത്തിൻ്റെ ഒക്കെ ഓരോരോ വികൃതികളെ. കാശുള്ളവർ കാശ് വാരി കൊടുക്കും. ഇല്ലാത്തവരിതുപോലെ പ്ലാസ്റ്റിക് കരിഞ്ഞ വെള്ളവും കുടിച്ച്. പ്ലാസ്റ്റിക്കിൻ്റെ ചെവയാണ് വെള്ളത്തിന്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്നത്. വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. തൊണ്ടയിൽ കൂടെ കാട്ടിക്കാൻ കൊണ്ട് ഇറങ്ങുന്നത്. ചൂടടിച്ചിട്ടേ, പ്ലാസ്റ്റിക്കിനകത്ത് ചൂടടിച്ചിട്ടേ. അവൻ കിടക്കുന്നത് രാത്രി കിടക്കുന്നത് പറഞ്ഞൊരു തകരപ്പെട്ടിക്കകത്ത് ശവപ്പെട്ടിക്കകത്ത് കിടക്കുന്ന അതേ ഫീൽ അവനതിൽ കിടക്കുന്നത് എനിക്ക് തോന്നിയത്. ഇത്രയും മോശമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ ദിവസം ഇതുവരെ മലയാളി വന്നിട്ട് പറഞ്ഞില്ല അവിടെ നിന്ന് ഒരുത്തം വരുന്നു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇനി അവൻ്റെ മലയാളി നമ്മളായിട്ട് വഴക്കുണ്ടാവണ്ട, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരണ്ടെന്ന് പറഞ്ഞു. ഇനി ഇവനാണോ എന്നൊരു സംശയം. ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. എന്നെ വലിയ ഹൈറ്റൊന്നും ഇല്ലാത്തരുന്നേ. 4.5 കൊല്ലമായിട്ട് അവൻ്റെ കൊണ്ടത് കുറേ കോഴിയും പാട്ടിയും. ഇനി അവൻ ആഹാരം ഉണ്ടോയെന്ന് പോലും ഞാൻ കയറി നോക്കിയില്ല. കാരണം കുബൂസും എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. കാരണം ഇത് ആ കൂളർ റെഡിയാക്കി ഇത്രയും കടിച്ചു കൂടത്തേക്ക് ഇപ്പം സമയം തന്നെ 7 മണി ആയതേ ഉള്ളൂ. രാവിലെ 7 മണി ആയതേ ഉള്ളൂ. അതുകൊണ്ട് ഉച്ചക്കത്തെ 1 മണിയുടെ പവറായി ചൂട്. ഇനിയിപ്പോൾ നല്ല ചൂടല്ലേ, കാറ്റില്ല, ഹ്യൂമിഡിറ്റിയാ. കഷ്ടം തന്നെയാണ്. ഇതൊക്കെയാണ് മരുഭൂമിയിൽ ഓരോ ആൾക്കാരുടെ അവസ്ഥ. ജീവിക്കാൻ എല്ലാവരും പറയും ജീവിക്കാൻ നാട്ടിൽ ഉള്ളതുകൊണ്ട് ജീവിക്കാമെന്ന് പറയും. അച്ഛനും വയ്യ, അമ്മയ്ക്കും വയ്യ, കുടുംബം നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് 10-15,000 രൂപയ്ക്ക് ശമ്പളത്തിന് എങ്ങനെ ജീവിച്ച് പിടിച്ചിരിക്കാൻ നിൽക്കുമെന്നും പറ്റത്തില്ല. കടവുമായി ഇടവുമായി നാട്ടുകാരും ചീത്ത വിളിച്ച് വീട്ടുകാരും ചീത്ത വിളിച്ച് അതുകൊണ്ടൊക്കെ തന്നെ എല്ലാം ഇവിടെ കിടക്കുന്നത്. അല്ലാതെ ഒരാൾക്കും ഇഷ്ടപ്പെട്ടല്ല ഇവിടെ കിടക്കുന്നത്. മരുഭൂമിയിൽ വന്നിട്ട് ഒട്ടകത്തെ നോക്കുന്ന ആടിനെ നോക്കുന്നതും ആരും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പണിയല്ല, സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യുന്നതാണ്. ശരി.